ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാൻ പോവുകയാണ്. ഇത് ഏതൊക്കെ പരീക്ഷകൾക്കാണ്? പ്രധാനമായിട്ടും ലീഗൽ മെട്രോളജി, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, അതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, ഈ പരീക്ഷകൾക്കെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു സിലബസിൻ്റെ ഭാഗമാണ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, NCERT പാഠപുസ്തകമാണ്. കാരണം NCERT പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് ബൈ ഹെഡായിട്ട് തന്നെയാണ് നമ്മുടെ ഈ സിലബസിലെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിർവഹിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന് മുന്നോടിയായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് NCERT പാഠപുസ്തകം മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. ഇനി കേസ് നിങ്ങൾ എവിടെയെങ്കിലും NCERT സച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സച്ച് ഗ്ലാൻസ് അല്ലെങ്കിൽ സച്ച് ഹോർമോൺസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്യും. ആ ഒരു എക്സ്ട്രാ പാർട്ട് മാത്രം നമ്മൾ എക്സ്ട്രാ ഒന്ന് നോക്കിപ്പോയാൽ മതി. ഒരിക്കലും അങ്ങനെയും ക്വസ്റ്റ്യൻ വരില്ല. എന്തായാലും ഇതിനപ്പുറത്തേക്ക് ഒരൊറ്റ പോയിന്റ് പോലും കടക്കില്ല എന്ന പരിപൂർണ്ണ ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. മാത്രമല്ല ക്ലാസിന്റെ അവസാന നിമിഷം വരെയും കാണുക. കാരണം നീറ്റിൽ നിന്നുള്ള PYQs വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇനി നമുക്ക് നീറ്റ് ലെവലിലോ അല്ലെങ്കിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അസർഷൻ റീസണിങ് തരത്തിലുള്ള 15ഓളം ചോദ്യങ്ങൾ ഡിസ്കഷന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഞാൻ പറയാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന കോൺഫിഡൻസ് അവസാനം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഓരോ ക്ലാസ്സിന്റെ പ്രത്യേകത. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. എന്ത് ചെയ്യുക? ആ ഉള്ള സമയം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോണ് DND മോഡിലേക്ക് മാറ്റുക. ഇന്ന് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? റീപ്രൊഡക്ഷൻ, ഒരു ജീവി അതിന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെ എല്ലാ ജീവികളുടെ, അത് സസ്യങ്ങളാവട്ടെ ജന്തുക്കളാവട്ടെ, എല്ലാത്തിൻ്റെ എന്താണ് ഒരു കൃത്യമായ ക്യാരക്ടറാണ്. റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അതിന് ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ അല്ലേ? അപ്പോൾ റീപ്രൊഡക്ഷൻ ഒരുപാട് തരത്തിലുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ് മനസ്സിലാക്കുക. സെക്ഷലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആൺകോശവും ഒരു പെൺകോശവും, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയത്. ഒരു ആൺകോശവും പെൺകോശവും. അപ്പോൾ നമുക്കറിയാം എല്ലാ ജീവികൾക്കും നമ്മുടെ ക്രോമസോം നമ്പർ ഉണ്ട് അല്ലേ? ആ ക്രോമസോം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ കോശങ്ങളിലുമുള്ള DNA കൃത്യമാണ്, അത് സെയിം ആയിരിക്കും. ആ ക്രോമസോം നമ്പറിൽ വ്യത്യാസം വന്നാൽ നമുക്കൊരിക്കലും മനുഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വിശദമായിട്ട് നമുക്ക് ബയോളജിയിൽ പ്രാവശ്യം പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസ് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽസ് എല്ലാം രണ്ട് കോശങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് ഒരു പുരുഷകോശവും രണ്ട് ഒരു സ്ത്രീ കോശവും. ഈ രണ്ട് കോശങ്ങളോടെ കൂടിച്ചേരുമ്പോഴത്തേക്കാണ് ഒരു പുതിയ കോശം, ഒരു ജീവിക്കുന്ന കോശം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കോശങ്ങൾക്കും തുല്യമാണ് നമ്മുടെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ഈ പറഞ്ഞ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന കോശങ്ങൾ, അതായത് മനുഷ്യനിൽ പുംബീജം അല്ലെങ്കിൽ സ്പേം, സ്ത്രീയില് അണ്ഡം അല്ലെങ്കിൽ ഓവം അല്ലേ? ഈ രണ്ട് കോശങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും പകുതി നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ ആദ്യത്തെ സെല്ലുണ്ടാകുന്നു. പൂർണ്ണമായിട്ടും നമ്മുടെ ക്രോമസോം നമ്പറുള്ള ആ ഒരു സെല്ല് ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം. മനുഷ്യന്റെ ക്രോമസോം നമ്പർ എത്രയാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ? എത്രയാണ്? 23 ജോഡി അല്ലാന്നുണ്ടെങ്കിൽ 46 മനുഷ്യന്റെ ക്രോമസോം സംഖ്യ. അപ്പോൾ ഒരു സ്പേം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പേം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടല്ലേ? ഒരു ഹെഡും ഒരു ബോഡി, ഒരു ടെയിലെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഒരു ഓവം. ഈ ഓരോ സാധനത്തിലും, ഈ രണ്ട് സാധനത്തിലും എന്താണ്? 23 വീതമേ എന്തുണ്ടാകത്തുള്ളൂ? നമ്മുടെ ക്രോമസോംസ് ഉണ്ടാകത്തുള്ളൂ. 23 + 23 ഇങ്ങനെയാണ് ഇത് കൂടിച്ചേർന്ന് 46 ക്രോമസോമുള്ള ഒരു കോശമായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ജീവികൾ നമ്മൾ എന്ത് വിളിക്കുക? സെക്ഷലി റീപ്രൊഡ്യൂസിങ് അനിമൽസ് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ ഈ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആൻഡ് വിവിപാരസ്. വിവിപാരസും ഓവിപാരസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? മുട്ടയിടുന്ന ജീവികൾ നമ്മൾ ഓവിപാരസ് എന്ന് പറയും. മുട്ടയിട്ട് ശരീരത്തിന് പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ കുഞ്ഞ് വിരിഞ്ഞ് പുറത്ത് വരുന്ന ജീവികൾ നമ്മൾ ഓവിപാരസ് എന്ന് പറയും. എന്നാൽ പ്രസവിക്കുന്ന ജീവികളെ നമ്മൾ വിവിപാരസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ വേണേൽ നോക്കാം. ഇത് എവിടെയാ മക്കളെ? പെൽവിക് റീജിയനിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പെൽവിക് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും പെൽവിക് ബോൺ എന്നൊരു ബോൺ ഉണ്ട്. നമുക്ക് ഇതുവരെ നമുക്ക് നോക്കി കാണാൻ പറ്റും. നട്ടൽ ഇതുവരെ വന്നിട്ടുണ്ട് അല്ലേ?
ഇവിടെ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ബോൺ ഉണ്ട്. അതിന് കുറച്ച് ഭാഗങ്ങൾ ഇലിയം, ഇഷ്യം, പ്യൂബിസ് അങ്ങനെ കുറച്ച് ഒരു ലൈക്ക് ഒരു എന്താ പറയുക, ഒരു പെട്ടി പോലെയാണ് ഈ ഒരു ഭാഗം ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഭാഗമെല്ലാം ഈ പെൽവിക് ബോണിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെൽവിക് റീജിയനിലാണ് എന്തുണ്ടാവുക, നമ്മുടെ എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഈ പെൽവിക് ക്യാവിറ്റിക്ക് ഉള്ളിലായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പെൽവിക് റീജിയനിലാണ് എന്തുണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, അതിനോടൊപ്പം കുറച്ച് ആക്സസറി ഡക്ട്സ് ഉണ്ട്, ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? പെയർ ഓഫ് ടെസ്റ്റിസ്. പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ മെയിൽ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ടെസ്റ്റിസ് ആണ്. അതായത് റീപ്രൊഡക്ഷന്റെ പ്രൈമറി ഫംഗ്ഷൻസ് എല്ലാം നടക്കുന്നത് എവിടെയാ? ടെസ്റ്റിസിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് റീപ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ എന്താണ്? സ്പെർമാറ്റോസോയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നടക്കുന്നത് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ടെസ്റ്റിസ് ആണ്, മറന്നു പോകരുത്. അതിനോടൊപ്പം അവിടെ സ്പെർമാറ്റോസോ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ, പല സ്ഥലങ്ങളുടെ കടത്തിക്കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ആക്സസറി ഡക്റ്റുകളുണ്ട്. ആക്സസറി എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ആക്സസറി വെക്കത്തില്ലേ, എന്താണ് നമുക്ക് ആവശ്യമുള്ള മറ്റ് ഇതര ഭാഗങ്ങളാണ് ആക്സസറീസ് പറയാം അല്ലേ. അപ്പോൾ ആക്സസറി ഡക്റ്റുകളുണ്ട്. അത് മെയിൻ അല്ല, ആക്സസറിയാണ്. ആക്സസറി ഡക്റ്റുകളുണ്ട്, അതിനോടൊപ്പം ആക്സസറി ഗ്ലാൻഡുകളുണ്ട്. ഓക്കെ, ആക്സസറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ സ്പേം എന്ന് പറയുന്ന ഈ കോശത്തിന് മാത്രം എവിടെ നമ്മുടെ ടെസ്റ്റിസിൽ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റത്തില്ല ഫീമെയിൽ ജെനിറ്റേലിയക്കകത്ത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് പോകാൻ വണ്ടി വേണം, വെഹിക്കിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള പാർട്ട് വേണം. അതെല്ലാം എംബഡ് ചെയ്ത് അതിന് നറിഷ്മെന്റ് കൊടുത്ത് അല്ലേ, അങ്ങനെ മാത്രമേ ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. അതായത് സെമൻ എന്ന് പറയുന്ന സാധനം, സ്പേം സെൽസ് ചേർന്ന് സെമൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ലിക്വിഡ് പാർട്സ് എല്ലാം കൂടെ സെക്രീറ്റ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കുക ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മക്കളെ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്, പ്രൈമറി സെക്സ് ഓർഗനായ ടെസ്റ്റിസ് ഉണ്ട്, അതിനോടൊപ്പം എന്തുണ്ട്? ആക്സസറി ഡക്റ്റുകളുണ്ട്, അതുപോലെ ആക്സസറി ഗ്ലാൻഡുകളുണ്ട്, പിന്നെ ഒരു എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉണ്ട്. ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസെമിനേഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഡ്യൂട്ടി എന്താണ് മക്കളെ? ഡ്യൂറിംഗ് ദ സെക്ഷൽ ഇന്റർകോഴ്സ് എന്ത് ചെയ്യണം? നമ്മുടെ ഈ പറഞ്ഞ സെമനെ ഫീമെയിൽ ജെനിറ്റേലിയയിൽ നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഡ്യൂട്ടി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ചേർന്ന് എന്തുണ്ടാവുക? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ടെസ്റ്റിസിനെ കുറിച്ച് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എവിടെയാണ് ടെസ്റ്റിസ് ഉള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കാൾഡ് സ്കോട്ടം. നമുക്കറിയാം എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്താണ് എന്തുണ്ടാവുക? ടെസ്റ്റിസ് ഉണ്ടാവുക. ഒരു ഇന്റേണൽ ഓർഗൻ ആണ് നമ്മുടെ ടെസ്റ്റിസ്, ഒരു ആന്തരിക അവയവമാണ് അല്ലേ ടെസ്റ്റിസ് അല്ലേ. ഒരു ആന്തരിക അവയവമാണെങ്കിൽ കൂടിയും എവിടെയല്ല വെച്ചിരിക്കുന്നത്? വയറ്റിനുള്ളിലല്ല വെച്ചിരിക്കുന്നത്. നിങ്ങൾ പക്ഷികളിലേക്ക് ടെസ്റ്റിസ് കണ്ടിട്ടില്ലേ? അതായത് നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ഒരു പൂവൻകോഴിയെ മുറിക്കുന്ന സമയത്ത് ഒരു കിഡ്നി പോലെ ഒരു വെളുത്ത സാധനം അതിൻ്റെ ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ കണ്ടു കാണും. അപ്പോൾ അവിടേക്ക് എന്താണ്? അത് ബോഡിക്ക് ഉള്ളിൽ ഇൻസൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ് ടെസ്റ്റിസ് ഉണ്ടായിരിക്കുക അല്ലേ. മനുഷ്യനെ പോലുള്ള മൃഗങ്ങളിലൊക്കെ എന്താ വരുന്നത്? പുറത്താ വരിക. ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കാൾഡ് സ്ക്രോട്ടം കേട്ടോ. അപ്പോൾ ടെസ്റ്റിസ് പുറത്ത് ആയിരിക്കുന്ന അല്ലെ പുറത്തിരിക്കുന്ന ഒരു പൗച്ചിന്, ഒരു സഞ്ചിക്ക് പറയുന്ന പേരെന്താ മക്കളെ? സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഇതിങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് എന്താണ്? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പ്രവർത്തനം. എന്താണ്? സ്പെർമാറ്റോജെനിസിസ് എന്ന പ്രവർത്തനം. അതായത് സ്പേംസ് ഉണ്ടാകുന്ന ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം അവിടെയാണ് സ്പേംസ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അറൗണ്ട് 37 ആ റേഞ്ചിൽ വരും അല്ലേ. ഒരു ഉയർന്ന ടെമ്പറേച്ചറാണ്. നമ്മുടെ പുറമേ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല. പനി വരുമ്പോഴത്തേക്കും നമുക്ക് പനി അളക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചറാണോ നോക്കുന്നത്? അല്ല, സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. കാരണം എന്താണ്? നമുക്ക് എപ്പോഴും ഈ ഒരു ഹീറ്റ് ഡെസിപ്പേഷൻ എന്നുള്ള പരിപാടി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ സ്കിന്ന് വഴിയാണ് നമ്മുടെ ചൂട്, ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചൂട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ഊഷ്മാവ് എപ്പോഴും സ്കിന്നിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പനി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിൽ വെച്ച് ഊഷ്മാവ് അളക്കാത്തത്. അതിനുവേണ്ടി നമ്മൾ വായ്ക്കകത്തോട്ട് എന്ത് ചെയ്യും? ഇന്റേണൽ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണ് വായ്ക്കകത്തോട്ടൊക്കെ നമ്മുടെ ഈ പറഞ്ഞ തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ അത് അളക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റത്തിലേക്ക്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വായിൽ വെച്ചാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് റെക്റ്റത്തിലേക്ക് വെച്ചിട്ടായിരിക്കും അളക്കുക, ഇന്റേണൽ ടെമ്പറേച്ചർ അളക്കാം അല്ലേ. അപ്പോൾ എന്താ നേരത്തെ പറഞ്ഞു, എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പരിപാടി
പരിപാടി വലിയ പാടാ. എങ്ങനെ? ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ടെമ്പറേച്ചറിനേക്കാളും താഴ്ത്തി വെക്കണം. എന്തിനെ? ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്ക്രോട്ടം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സഞ്ചിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടെസ്റ്റിസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കാം. ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കാൾഡ് സ്ക്രോട്ടം. മറന്നു പോകരുത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഡ്രൈവേഴ്സിനെ ആരും ഞാൻ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആക്കണല്ല കേട്ടോ. ഇപ്പോഴല്ല, പണ്ട് കാലത്ത്. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് അല്ലേ കാറുകളിൽ, അതുപോലെ അത്രയും വെന്റിലേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ് അല്ലേ. അതായത് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നു, അതുപോലെ നല്ല ചൂടുള്ള സ്ഥലത്തിരിക്കുന്നു. അതുപോലെ ഈ ചൂടുള്ള എൻവയോൺമെന്റിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി കണ്ടുവരുന്നൊരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അതായത് ഈ ചൂടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, അവർക്ക് കൗണ്ടൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ വണ്ടികളിലൊന്നും ആ ഒരു പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടാ. അപ്പോൾ ഇത് മറന്നു പോകണ്ട. അപ്പോൾ അത്തരത്തിൽ അതോടെ നിൽക്കട്ടെ. എന്താണ് സ്ക്രോട്ടം എന്തിനാ സഹായിക്കുന്നത്? മെയിൻറ്റെയിനിങ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ടെസ്റ്റിസ് അല്ലേ. നോക്കൂ, 2 മുതൽ 2.5 ഡിഗ്രി സെന്റിഗ്രേഡ് ലോവർ ദാൻ ദ നോർമൽ ഇന്റേണൽ ടെമ്പറേച്ചർ അല്ലേ. നോക്കുക, ഇന്റേണൽ ടെമ്പറേച്ചറിന്റെ ആന്തരികമായിട്ടുള്ള ശരീരത്തിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറിനേക്കാളും എത്ര? 2 മുതൽ 2.5 ഡിഗ്രി സെന്റിഗ്രേഡ് താഴ്ത്തി വെക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? സ്ക്രോട്ടത്തിന്റെ ലക്ഷ്യം. ഓക്കെ. എക്സ്റ്റേണൽ ബോഡി ടെമ്പറേച്ചർ അല്ല, ശ്രദ്ധിക്കുക, ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെന്റിഗ്രേഡ് താഴ്ത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്തിനാ സഹായിക്കുന്നത്? സ്പെർമാറ്റോജനസിന് സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായി മനസ്സിലായി. ടെസ്റ്റിസിന്റെ എവിടെയായിരിക്കുന്നത് മനസ്സിലായി. എവിടെയാണ്? സ്ക്രോട്ടത്തിനുള്ളിലായിരിക്കുന്നത്. അതെവിടെയാണ്? ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ് അല്ലേ. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്താണ് ഇരിക്കുന്നത്. എന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ അവസാനം ഞാൻ അസേർഷൻ റീസൺ പറയുമ്പോൾ ഇത് ഞാൻ കേട്ടില്ലല്ലോ എന്ന് തോന്നരുത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നോക്ക്, അസേർഷൻ റീസൺ DND മോഡി ഇട്ട ഫോൺ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇടണം കേട്ടോ. DND മോഡി ഇട്ടിട്ട് ഇവിടെ ഇനി ഇരിക്കാവും. ഓക്കെ. അപ്പോൾ അസേർഷൻ റീസൺ പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം എന്ത്? ടെസ്റ്റിസിനെ എന്തിനാ പുറത്ത് വെച്ചിരിക്കുന്നത്? ടു കീപ് ദ ടെമ്പറേച്ചർ ലോ അല്ലേ. അത്രയേ ഉള്ളൂ. അസേർഷനായി റീസണുമായി. നോക്കാം. സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ്. എത്ര? 2 മുതൽ 2.5 ഡിഗ്രി സെന്റിഗ്രേഡ് ലോവർ ദാൻ ദ നോർമൽ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ. അതെന്തിനാണ് സഹായിക്കുന്നത്? സ്പെർമാറ്റോജനസിന് സഹായിക്കുന്നവരെ മനസ്സിലാക്കാം. അതുപോലെ അഡൽട്ടിന്റെ ടെസ്റ്റിസിന്റെ സൈസും ഷേപ്പും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓവൽ ഇൻ ഷേപ്പാണ്. ഹ്യൂമൻ ബീയിങ്ങിൽ ഓവൽ ഇൻ ഷേപ്പാണ്. with a length of about 4 to 5 centimeter and width about 2 to 3 centimeter. ഇത് നിങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ചാൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ കൂടിയും അവരൊരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 4 to 5 സെന്റിമീറ്റർ വിഡ്ത്ത് ലെങ്ത്, അതുപോലെ 2 മുതൽ 3 സെന്റിമീറ്റർ വിഡ്ത്ത്. ഓക്കെ. ഇനി എ ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ എ ഡെൻസ് കവറിംഗ് കാൾഡ് ടൂണിക്ക അൽബുജിനിയ. എന്താണ്? ടൂണിക്ക അൽബുജിനിയ. ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡെൻസ് കവറിംഗ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒരു ഉള്ളിലുള്ള ഇതിങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഭാഗമാണ് ടൂണിക്ക അൽബുജിനിയ. ഈ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നമുക്ക് ടെസ്റ്റിസ് കവേർഡ് വിത്ത് ഡെൻസ് കവറിംഗ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ടൂണിക്ക അൽബുജിനിയ. നേരത്തെ പറഞ്ഞു. എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ നിന്നേ ചോദിക്കൂ. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഞാനത് ഫില്ല് ചെയ്ത് തരും. മനസ്സിലായില്ലേ? ആ ഫില്ല് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി, കുഴപ്പമില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൂണിക്ക അൽബുജിനിയ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ്? ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡെൻസ് കവറിംഗ് എന്ന് വിളിക്കുക ടൂണിക്ക അൽബുജിനിയ. പ്രധാനമായിട്ട് 3 കവറിംഗ് ഉണ്ട്. 3 കവറിംഗും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ. നമുക്ക് ആ ടെക്സ്റ്റ് മാത്രം പഠിച്ചു പോയാൽ മതി. നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സയൻസ് ആണ്, നമുക്കറിയാം ഏത് ലെവൽ വരെ വേണോ പഠിച്ചു പോകാം. മനസ്സിലായില്ലേ? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നേ പോയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വായും തുറന്ന് നമ്മളിരിക്കാൻ പാടില്ല. നോക്കാം. അതുപോലെ ഈച്ച് ടെസ്റ്റിസ് ഹാസ് അബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ് കാൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ ഇങ്ങനെ ഇരിക്കുന്ന അറിയാൻ പറ്റും. ഇതൊരു ലോബ്യൂളാണ്. ലോബ്യൂളാണ്. ലോബ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ 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 ബഞ്ചസ് അല്ലേ. ഒരു കൂട്ടം, ഒരു കൊല, ഒരു മുന്തിരിക്കൊല, ഒരു ലോബ്യൂൾ എന്ന് പറഞ്ഞില്ല അതുപോലെ.
ഓക്കെ, അപ്പൊ അങ്ങനെ 250ഓളം കമ്പാർട്ട്മെന്റുകളുണ്ട്. ഇതിനെ എന്ത് വിളിക്കുന്നു? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നു. ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിനോടൊപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ യൂസ്ഫുൾ ആയ കാര്യം ലെക്ചർ നോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആട്ടെ എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 times ബെറ്റർ ആയിട്ട് മാറും. 3 times. കാരണം അതാണ് ഞാൻ എപ്പോഴും പറയാണ്ട്, യു ഹാവ് ടു ബി ആൻ ആക്റ്റീവ് ലിസണർ ഫോർ ദാറ്റ് അല്ലേ. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തലക്കകത്തിരുന്ന് ഒഴിയണം അല്ലേ. അതിനുശേഷം റീപ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ഒന്നും കൂടെ എഴുതി വെക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ ലേണിംഗ് പ്രോസസ്സ് നടക്കാൻ അവിടെ. അതുകൊണ്ട് ലെക്ചർ നോട്ട് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. ശീലത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ വെബിനാർ സെഷനിൽ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ കോഴ്സ് നോക്കുന്ന സീരിയസ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വെബിനാർ സെഷനിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വെബിനാർ പങ്കെടുക്കണമെന്ന് നിർബന്ധം പറയുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ സഹകരണ കോഴ്സ് പോകുന്ന സ്ട്രക്ചർ ഈസ് വെരി വെരി ഡിഫറൻറ്റ്. അപ്പോൾ ഞാൻ നമ്പർ നോട്ട് ചെയ്തോളൂ, 9497742944. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും, അതുപോലെ നിങ്ങൾ ലാബ് അസിസ്റ്റൻ്റാണ് നോക്കണമെങ്കിൽ അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് നിങ്ങളുടെ പേരും വെച്ച് വാട്സാപ്പ് ചെയ്താൽ മതി. നമുക്ക് ഗൂഗിൾ മീറ്റ് പറയാം. ഗൂഗിൾ മീറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം 15 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് ക്ലാസ് ബേസ്ഡ് ഡെയിലി എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഓരോ പോയിന്റും നമ്മൾ ചോദ്യമാക്കും. മനസ്സിലായ? അങ്ങനെ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ എഴുതുന്നതിന്, ആ പരീക്ഷ എഴുതുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ എഴുതി വരിക. പിന്നെ വീക്കിലി എക്സാം കാണും. വീക്കിലി എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരാഴ്ച വന്ന ടോപ്പിക്ക് ബന്ധപ്പെട്ട് 100 മാർക്കിൻ്റെ പരീക്ഷ റാങ്ക് ലിസ്റ്റ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. എഴുതാത്തവന് ഗ്രൂപ്പിൽ വഴക്ക് കിട്ടും. അത് നിങ്ങൾ വഴക്കാക്കി എടുത്തോണം. അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ വന്ന് ചൂൽപ്രയോഗം നടത്തി നിങ്ങൾ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും പരമപ്രധാനമായ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി നമുക്ക് തിരിച്ചു തരാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു ടുഗദർ ഒരുമിച്ച് നമ്മൾ പോയതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇത്തരത്തിൽ ആ ഒരു സയൻസ് മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും നിങ്ങൾ വെബിനാർ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓരോ ലോബ്യൂളിനെ കുറിച്ചും പറഞ്ഞല്ലേ, ഓരോ ലോബ്യൂളിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഏകദേശം 250ഓളം ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ലോബ്യൂൾസ് എന്നുണ്ട്. ഈച്ച് ലോബ്യൂൾ കണ്ടെയ്ൻസ് 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ വിച്ച് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ചോദ്യം നമ്പർ 1 എന്താണ്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ? കൃത്യമായിട്ട് പറഞ്ഞാൽ എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ചുരുണ്ടാണ് എന്തുണ്ടാവുക? ഓരോ ലോബ്യൂളും ഉണ്ടാവുക. അപ്പോൾ ഓരോ ലോബ്യൂളിനകത്ത് എത്ര ഉണ്ടായിരിക്കും? 2, 1 to 3 അല്ലേ കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. ചുരുണ്ടിരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. അവിടെയാണ് എന്തുണ്ടാവുക? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ എവിടെ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് മക്കളെ? സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ്. എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ്. മറന്നു പോകരുത്. നോക്കാം. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ട, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളാണ്. ഇതിന്റെ ലൂമനാണ്. കണ്ടില്ലേ? ഇത് വേറൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇത് വേറൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ. നോക്കാം. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ 2 types ഓഫ് സെൽസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മെയിൽ ജേം സെൽസ് അഥവാ സ്പെർമാറ്റോഗോണിയയും അതുപോലെ എന്താണ് സെർട്ടോളി സെൽസ്. 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് ജേം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ജെർമിനേഷൻ, വിരിയുക അല്ലേ, അല്ലെങ്കിൽ പൊടിക്കുക. അപ്പോൾ എന്താണ്? ആ ജീവൻ ഉണ്ടാക്കുന്ന സെൽ ഏതാണ്? മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോജെനിസ് പഠിക്കും കേട്ടോ. എന്താണ്? സ്പെർമാറ്റോഗോണിയ. ഓക്കെ, അതുപോലെ എന്താണ്? സെർട്ടോളി സെൽസും ഉണ്ട്. 2നും അതിന് കൃത്യമായ ഫങ്ഷൻസ് ഉണ്ട്. ഇത് സ്പെർമാറ്റോഗോണിയ എന്താ ചെയ്യുന്നത്? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. മൈറ്റോട്ടിക് ഡിവിഷൻ. അപ്പോൾ സെല്ല് പഠിക്കുമ്പോൾ നമ്മൾ മൈറ്റോസിസും മിയോസിസും, അതായത് ക്രമഭംഗവും ഊനഭംഗവും പഠിക്കും. ക്രമഭംഗമുണ്ട്, ഊനഭംഗമുണ്ട്. എപ്പോഴും നമ്മൾ വളരുന്നത് സെൽ ഡിവിഷൻ മൂലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കൊരു ബാക്ടീരിയ 2 ആകുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. അമീബ 2 ആകുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. നമ്മളും വളരുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ 2 തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ട്. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ സെൽ ഡിവിഷനാണ് മിയോട്ടിക് ഡിവിഷൻ. എന്താണ്? മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 23 മാത്രം, മൊത്തം 46 ക്രോമസോംസ് ആണ് ഒരു സെല്ലിനകത്ത് ഉണ്ടാവുക. അത് മിയോട്ടിക് ഡിവിഷന് വിധേയമായി 2ആയി മാറിയിട്ട് 23 മാത്രമുള്ള എന്തായിട്ട് മാറും? സ്പെർമാറ്റോസോവയായിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന മിയോട്ടിക് ഡിവിഷൻ അല്ലേ.
എന്താണ് മിയോട്ടിക് ഡിവിഷൻ. അപ്പൊ ഈച്ച് സെമിനിഫറസ് ട്യൂബിൾസിൽ എന്തൊക്കെയുണ്ട്? മെയിൽ ജം സെൽസ് അല്ലെങ്കിൽ സ്പൊമാറ്റോഗോണിയ ഉണ്ട്, അതുപോലെ സെർട്ടോളി സെൽസ് ഉണ്ട്. അപ്പൊ ഈ സ്പൊമാറ്റോഗോണിയ എന്താ ചെയ്യുക? അവ മിയോട്ടിക് ഡിവിഷന് വിധേയമാകും അല്ലെ, അതിനുശേഷം എന്തിന്റെ സ്പേമിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെർട്ടോളി സെൽസിന്റെ ഡ്യൂട്ടി? എന്താണ്? സെർട്ടോളി സെൽസിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ജം സെൽസ്. ഈ ജം സെൽസിന് എന്താണ് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ സ്പൊമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജം സെൽസ് ആണ് എന്തിന്റെ ഫലമായിട്ട്? മിയോട്ടിക് ഡിവിഷൻ, മറന്നുപോലും മൈറ്റോട്ടിക് ഡിവിഷൻ അല്ല, മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് സ്പേം ഫോർമേഷന് കാരണമാകുന്നത്. അപ്പോൾ രണ്ട് സെല്ലുകളും അതിന്റെ ഫങ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സ്പൊമാറ്റോഗോണിയ ഇവിടെ ഉണ്ട് അല്ലെ, സ്പൊമാറ്റോഗോണിയ ഉണ്ട്, സെർട്ടോളി സെൽസ് ആയി വലിയ ഇതുള്ളതായി ഈ ഭാഗം സെർട്ടോളി സെൽസ് ഇപ്പോൾ ഉണ്ട്. സ്പൊമാറ്റോഗോണിയുടെ ഭാഗമായിട്ട് അവ വിഭജിച്ചെന്താണ് ഇവിടെ സ്പേംസ് ഉണ്ടായി കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ. ഓക്കെ, അപ്പോൾ സ്പൊമാറ്റോഗോണിയ എന്തായിട്ട് മാറും? ആയിട്ട് മാറും. സെർട്ടോളി സെൽസ് എന്ത് ചെയ്യും? പറഞ്ഞ സ്പൊമാറ്റോഗോണിയയ്ക്ക് ന്യൂട്രീഷൻ കൊടുക്കും അല്ലെ, ജം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കാൻ സെർട്ടോളി സെൽസ്. സെർട്ടോളി എന്തോ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലെന്ന് അല്ലെ, അതല്ലെങ്കിൽ അവർക്ക് ന്യൂട്രീഷൻ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലെന്ന് നമ്മൾ മനസ്സിൽ നിന്ന് സങ്കല്പിക്കുക. എന്താണ് സെർട്ടോളി സെൽസ്? ഇനി നോക്കാം ദ റീജിയൻസ് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബുലർ. സെമിനിഫറസ് ട്യൂബുലിന്റെ പുറമേ ഉള്ള ഭാഗം കണ്ട് അവിടെ ചുമന്ന കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. ഇടയിലുള്ള സ്ഥലം ഇത്രയേ ഉള്ളൂ. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്താണ്? സെർട്ടോളി സെല്ലിന് ഇടയിലുള്ള ഭാഗത്ത് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്നു. അവിടെ എന്തുണ്ട്? ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിനോടൊപ്പം എന്തുണ്ട്? അവിടെ ചില സെല്ലുകളുണ്ട്, ചില കോശങ്ങളുണ്ട്. അവയുടെ പേര് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലേഡിക് സെൽ എന്ന് വിളിക്കും. എന്താണ് ലേഡിക് സെൽ എന്നും എന്തിനു വിളിക്കും? അവിടെയുള്ള സെല്ലുകളെ വിളിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേഡിക് സെൽസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആൻഡ്രോജൻസ് എന്നാണ് വിളിക്കുക അല്ലെ. ടെസ്റ്റിക്കുലർ ഹോർമോൺസ് നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുക. എന്താണ്? ആൻഡ്രോജൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ആൻഡ്രോജൻ ഏതാ, അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് അല്ലെ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. ഒരു കുഞ്ഞ് വളർന്ന് വലുതായി, അതായത് അവന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ മീശ മുളയ്ക്കുന്നു, അവന്റെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു, ഒരു ആണിഞ്ച് രൂപം വരുന്നു, മസിൽസ് ഒക്കെ ഉണ്ടാകുന്നു. അതിനെല്ലാം സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാണ് മക്കളെ? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? ലേഡിക് സെൽസ് ആ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. അത് എവിടെയാ കാണപ്പെടുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്ത് കാണപ്പെടുന്നു. എന്ത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെല്ലുകളാണെന്ത്? ഇന്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ലേഡിക് സെൽസ്. ഓക്കെ, ഇവ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കാൾഡ് ആൻഡ്രോജൻസ്. പ്രധാനമായിട്ട് എന്താണ് പറ? ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. സ്റ്റീറോയിഡ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞില്ലേ, മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും എടുക്കരുത് കേട്ടോ, പ്രശ്നമാണ്. അതർ ഇമ്മ്യൂണോളജിക്കലി കോമ്പിറ്റന്റ് സെൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ്, ലിംഫോസൈറ്റ്സ്. ഇവിടെ അതർ ഇമ്മ്യൂണോളജിക്കലി കോമ്പിറ്റന്റ് സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് ജസ്റ്റ് വ്യക്തമാക്കാൻ വേണ്ടി ഒരു റെഫറൻസ് നടത്തിയാണ്. എന്തൊക്കെയാണ്? മാക്രോഫേജസ് ഉണ്ട്, മാസ്റ്റ് സെല്ലുകളും ലിംഫോസൈറ്റുകളെല്ലാം എവിടെ? നമ്മുടെ ഈ പറഞ്ഞ ഇന്റർസ്റ്റീഷ്യൽ സെല്ലുകളിൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ആക്സസറി ഡക്സിലേക്ക് പോകാം. സഹായക ഡക്സ് അല്ലേ, നോക്കാം. ദ മെയിൽ സെക്സ് ആക്സസറി ഡക്സ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ? റിട്ടേ ടെസ്റ്റിസ്. ഫസ്റ്റ് വരുന്ന റിട്ടേ ടെസ്റ്റിസ്, ടെസ്റ്റിസുമായി ഡയറക്റ്റ് ബന്ധമുള്ളവ. റിട്ടേ ടെസ്റ്റിസ് നോക്ക്. റിട്ടേ ടെസ്റ്റിസ് ഏതാ? ഈ പച്ച ഭാഗം കേട്ടോ. ഇത് കണ്ടില്ലേ നിങ്ങൾ? സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടില്ലേ? ലോബ്യൂൾസിനകത്ത് ഇങ്ങനെ കുരുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ? യെസ്. അപ്പൊ ഓരോന്നും വന്ന് തുറക്കുന്ന എവിടെയാ മക്കളെ? റിട്ടേ ടെസ്റ്റിസിലാണ് തുറക്കുന്നത്. അത് കഴിഞ്ഞ് വാസ എഫറൻഷ്യ, വാസ് ഡിഫറൻസുമായിട്ട് വ്യത്യാസം ഉണ്ടാവരുത്, സംശയം ഉണ്ടാവരുത്. വാസ എഫറൻഷ്യ. എന്തുവാ? വാസ എഫറൻഷ്യ. എന്താണ്? വാസ എഫറൻഷ്യ. കണ്ടോ? ഈ റിട്ടേ ടെസ്റ്റിസ് കളക്ട് ചെയ്ത് ദേ ഇങ്ങനെ എവിടെ? ഈ ടെസ്റ്റിസിന്റെ ഉള്ളിൽ, റിട്ടേ ടെസ്റ്റിന്റെ ഉള്ളിൽ, ടെസ്റ്റിന്റെ ഉള്ളിൽ നിന്നും സ്പേമിനെ പുറത്തേക്ക് എത്തിക്കലാണ് ആരുടെ ജോലി? വാസ എഫറൻഷ്യയുടെ ജോലി. വാസ എഫറൻഷ്യ. അതുപോലെ അടുത്ത എപ്പിഡിമിസ്, അതായത് ഇതിൻ്റെ ഒരു പോസ്റ്റീരിയർ സർഫസിൽ ഇത് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന സാധനമാണ് എപ്പിഡിമിസ്. അതും ഹൈലി കോയിൽഡാണ്, ഭയങ്കരമായിട്ട് കോയിൽഡായ സാധനമാണ്. ഓക്കെ. അതുപോലെ വാസ് ഡിഫറൻസ്, ഇവിടെ നിന്ന് നേരെ സ്പേമിനെ പിന്നെ കൊണ്ടുപോകലാണ് വാസ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിന്റെ ഈ ട്രാൻസ്പോർട്ടിന് വേണ്ടി സഹായിക്കുന്ന രണ്ട് സാധനം എന്താണ്? വാസ് ഡിഫറൻസും വാസ എഫറൻഷ്യയാണ്.
അല്ലേ? അവിടെ കളക്ഷൻ ആരാണ്? റെട്ടെ ടെസ്റ്റിസ് ആണ്. അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെ നമ്മുടെ എപ്പിഡിഡിമിസിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ വാസ് ഡിഫറൻസ് വഴി, അല്ലേ? മറന്നു പോകരുത്. ഇങ്ങനെയാണ് ഈ 4 സാധനങ്ങൾ ചേർന്നിട്ടാണ് ഇന്നുണ്ടാവുക ആക്സസറി ഡക്ട്സ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഈ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട്, കാരണം നമുക്ക് ഈ നീറ്റിന്റെ പരീക്ഷയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക കണക്ഷൻ 1 2 3 4 എന്നുള്ള ആ ഒരു കണക്ഷൻ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ വരാറുണ്ട്. അത് PSC ഇപ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം നിങ്ങളെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ എൻഡിൽ കിടക്കുന്ന എന്താണ്? സെമിനിഫറസ് ട്യൂബുകൾ. അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ജാലിക എന്താണ്? റിട്ടേ ടെസ്റ്റിസ്, ടെസ്റ്റിസിനുള്ളിൽ, അല്ലേ? പിന്നെ എന്താണ്? വാസ എഫറൻഷ്യ. അത് കഴിഞ്ഞ് എപ്പിഡിഡിമിസ്, അത് കഴിഞ്ഞ് വാസ് ഡിഫറൻസ്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്താണ്? The seminiferous tubules of the testis open into the vasa efferentia through retitis. Retitis വഴി വാസ എഫറൻഷ്യയിലേക്ക് എന്താണ് സെമിനിഫറസ് ട്യൂബുകൾ ഓപ്പൺ ചെയ്യുന്നു, അല്ലേ? സംശയം വേണ്ടല്ലോ. അത് സെമിനിഫറസ് ട്യൂബിൾസ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു? റെട്ടെ ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദ വാസ എഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ് ആൻഡ് ഓപ്പൺ ഇൻടു എപ്പിഡിഡിമിസ്. വാസ എഫറൻഷ്യ എന്ത് ചെയ്യുന്നു? ടെസ്റ്റിസ് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എപ്പിഡിഡിമിസിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറഞ്ഞ സ്പേമിനെ എത്തിക്കുന്നു. അപ്പൊ ഇതെവിടെ? പോസ്റ്റീരിയർ സർഫസിലാണ്. നമ്മുടെ ടെസ്റ്റിസിന്റെ എവിടെ? ആന്റീരിയർ സർഫസ് അല്ല മക്കളെ, പോസ്റ്റീരിയർ സർഫസ്. സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും കേട്ടോ നിങ്ങളടുത്ത്, മറന്നുപോകല്ലേ? പോസ്റ്റീരിയർ സർഫസിലാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ എപ്പിഡിഡിമിസ് ഇങ്ങനെ വളഞ്ഞിരിക്കുക കേട്ടോ. ദ എപ്പിഡിഡിമിസ് ലീഡ്സ് ടു വാസ് ഡിഫറൻസ് ദാറ്റ് അസെൻഡ്സ് ടു ദ അബ്ഡോമൻ ആൻഡ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ എപ്പിഡിഡിമിസ് എന്ത് ചെയ്യും? വാസ് ഡിഫറൻസിലേക്ക് നയിക്കുന്നു. ഇതാണ് പിന്നെ യൂറിനറി ബ്ലാഡറിന്റെ അടുത്തൂടെയൊക്കെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ സ്പേമിനെ കൊണ്ടുപോകുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഇറ്റ് റിസീവ്സ് എ ഡക്റ്റ് ഫ്രം അവിടെ നോക്കാം എന്താ സംഭവിക്കുക. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇതാണ് നമുക്ക് പുറത്ത്. ഇത് ടെസ്റ്റിസിന്റെ മുകളിലിരിക്കുന്നത് എപ്പിഡിഡിമിസ്. ഈ രണ്ടാം എഴുതി കാണിച്ചിരിക്കുന്നത്. അവിടുന്ന് വാസ് ഡിഫറൻസ് വഴി ഇങ്ങനെ വന്നു, അല്ലേ? പറഞ്ഞു എന്താണ്? ദ എപ്പിഡിഡിമിസ് ലീഡ്സ് ടു വാസ് ഡിഫറൻസിലേക്ക് എത്തിക്കുന്നു. ദാറ്റ് അസെൻഡ്സ് ടു ദ അബ്ഡോമൻ ആൻഡ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ, അല്ലേ? അസെൻഡ് ചെയ്യുന്നു, കയറി പോകുന്നു. എങ്ങോട്ട്? അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്തേക്ക്. യൂറിനറി ബ്ലാഡറിന്റെ അടുത്ത് ലൂപ്പ് ഫോം ചെയ്യുന്നു. ഇവിടെ എത്തി നിൽക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? ഇറ്റ് റിസീവ്സ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾസ് ആൻഡ് ഓപ്പൺ ഇൻടു യൂറീത്ര. കണ്ട സെമിനൽ വെസിക്കിൾസ്. ഇതാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതാണ് സെമിനൽ വെസിക്കിൾ. അവിടെ നിന്ന് ഡക്റ്റ് വന്ന് തട്ടുന്ന കണ്ടു. ആ സെമിനൽ വെസിക്കിൾസ് നിന്നുള്ള സെക്രീഷൻസും കൂടെ എടുത്താൽ മാത്രമേ എന്താവുള്ളൂ? സെമനായി മാറത്തുള്ളൂ, അല്ലേ? അപ്പൊ എന്താണ്? വാസ് ഡിഫറൻസ് 2 ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും പോകുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റും റൈറ്റും പോകുന്ന വാസ് ഡിഫറൻസ്, ലെഫ്റ്റും റൈറ്റും ഉള്ള സെമിനൽ വെസിക്കിൾസ് എന്നുള്ള ഒരു ഡക്റ്റും കൂടെ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺസ് ഇൻടു യൂറീത്ര ആസ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ്. അതിന് ശേഷം കണ്ടോ, ഇതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്താ യൂറീത്ര എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. ഇതാണ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് പുറമെ യൂറിത്ര മീറ്റസിൽ അവസാനിക്കുന്ന യൂറിൻ പുറത്ത് കൊണ്ട് കളയുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ യൂറീത്ര എന്ന് വിളിക്കുക. അപ്പൊ ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് എവിടെയാണ് വന്ന് ഓപ്പൺ ചെയ്യുന്നത്? യൂറീത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ യൂറീത്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും കോമൺ പാത്വേ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? യൂറീത്രയാണ്. മറന്നു പോകരുത്. എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ, മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗം അവിടെ ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞുതരാം. അപ്പൊ കൃത്യമായിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്? യൂറീത്രയും അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും കോമൺ പാത്വേ ആണെന്ന് പറയുക യൂറീത്ര എന്ന് പറയും. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇജാക്കുലേറ്റ് ഡക്റ്റ് എന്ന് മനസ്സിലായി? ഇജാക്കുലേറ്റ് ഡക്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് അല്ലേ? ഇജാക്കുലേറ്റ് ഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ നിന്നാണ്? അത് നമ്മുടെ വാസ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? സെമിനൽ വെസിക്കിൾസ് നിന്ന് ഒരു ഡക്റ്റ് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം അത് ഇജാക്കുലേറ്റ് ഡക്റ്റ് ആയിട്ട് മാറുന്നു. അത് എവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്? യൂറീത്രയിൽ ഓപ്പൺ ചെയ്യുന്നു, അല്ലേ? ദീസ് ഡക്റ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ യൂറീത്ര. ഓക്കെ, ഔട്ട്സൈഡിലേക്ക് എത്തിക്കുന്നതാണ് യൂറീത്രയാണ്. ദ യൂറീത്ര ഒറിജിനേറ്റ്സ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് എക്സ്റ്റെൻഡ്സ് ത്രൂ ദ പെനിസ് to its external opening called urethral meatus. എവിടെ തുടങ്ങും യൂറിത്ര? യൂറിത്ര ഒറിജിനേറ്റ്സ് ഫ്രം ദ ബ്ലാഡറിൽ തുടങ്ങും, അല്ലേ? ആൻഡ് എക്സ്റ്റെൻഡ്സ് ത്രൂ ദ പെനിസ്, പെനിസിനുള്ളിലൂടെ കടന്നു പോകും, അല്ലേ? അതുപോലെ അതിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗിന് പറയുന്നതാണ് എന്ത്? യൂറിത്രൽ മിയേറ്റസ്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ആക്സസറി ഡക്ട്സിന്റെ ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഏത് വഴി എങ്ങനെ പോകുന്നു, ഓരോ ഭാഗത്തിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം ആ ഫ്ലോയും കൂടെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കാം എന്താണ് ആക്സസറി ഡക്ട്സ് നോക്കാം. ദ മെയിൽ സെക്സ് ആക്സസറി ഡക്ട്സ് ഇൻക്ലൂഡ് എന്തൊക്കെ? റെട്ടെ ടെസ്റ്റിസ് കണ്ടു. റെട്ടെ ടെസ്റ്റിസ് പച്ച കളറിൽ കണ്ടു. അത് കഴിഞ്ഞ് വാസ എഫറൻഷ്യ കണ്ടു. അവിടെ നിന്നുള്ള അടുത്ത ഡക്റ്റ് അല്ലേ എങ്ങോട്ട് എത്തിക്കണം? എപ്പിഡിഡിമിസിൽ എത്തിക്കണം, അല്ലേ? അതുപോലെ എന്താണ്
അടുത്തതാണ് എപ്പിഡിമിസ് കണ്ടു, ഹൈലി കോയിൽഡ് സ്ട്രക്ചർ. എപ്പിഡിമിസ് കണ്ടു, അവിടെ നിന്നാണ് വാസ്റ്റ് ഡിഫറൻസ്. എന്താണ് അതിനെ നേരെ എവിടെ എത്തിക്കണോടാ? അതേ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അസെൻഡ് ചെയ്ത് കയറുന്നു. എങ്ങോട്ട്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി അസെൻഡ് ചെയ്ത് കയറുന്നു. ആരെ വാസ്റ്റ് ഡിഫറൻസ് അല്ലേ? നോക്കാം. അപ്പൊ നോക്കാം എന്താ ചെയ്യുന്നത്. എപ്പിഡിമിസ് ലീഡ്സ് ദ വാസ്റ്റ് ഡിഫറൻസ് ദാറ്റ് അസെൻഡ്സ് ടു ദ അബ്ഡോമൻ ആൻഡ് ലൂപ്സ് ഓവർ ദ യൂറിനൽ ബ്ലാഡർ. യൂറിനൽ ബ്ലാഡറിന് മുകളിൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു ഡക്റ്റ് കിട്ടുന്ന എവിടെ നിന്നാണ്? സെമിനൽ വെസിക്കിൾസിൽ നിന്നും അല്ലേ? സെമന്റെ ഒരു ബോഡി ഉണ്ടാക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെമിനൽ വെസിക്കിൾസും പ്രോസ്റ്റേറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇനി അക്സസറി ഗ്ലാൻഡ്സ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത് ഓരോന്നിന്റെ ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി ഇവിടെ എടുത്ത് പറഞ്ഞിരുന്നതാണ് സെമിനൽ വെസിക്കിൾസ് എന്നുള്ള ആ ഒരു ഡക്റ്റും കൂടി ചേർന്നുകൊണ്ട് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആകുന്നു. അത് എവിടെ പോയി തുറക്കുന്നു? യുറീത്രയിലേക്ക് തുറക്കുന്നു. അപ്പോൾ എന്താ യുറീത്ര എന്ന് പറയുമ്പോൾ ബ്ലാഡറിൽ തുടങ്ങി യുറീത്രൽ മീറ്റസിൽ അവസാനിക്കുന്ന, അതായത് ബ്ലാഡറിൽ തുടങ്ങി താഴോട്ട് വന്ന് പിനിസിലൂടെ കടന്നുപോയി യുറീത്രൽ മീറ്റസിലൂടെ മൂത്രം പുറത്ത് കളയുന്ന സാധനമാണല്ലോ. യൂറിൻ പുറത്തുള്ള സാധനം എന്ത്? യുറീത്ര എന്ന് പറയുമ്പോഴത്തേക്കും യുറീത്ര എന്താണ്? യുറീത്ര നമ്മുടെ രണ്ട് സിസ്റ്റത്തിന്റെയും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും കോമൺ പാത്ത് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഡക്സ് എല്ലാം കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഈ ആക്സസറി ഡക്സ് എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദേ സ്റ്റോർ അല്ലെ, അവ സ്റ്റോർ ചെയ്യുന്നു ഇവയെ. എന്തിനെ? സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ എന്താണ്? എപ്പിഡിമിസിലെ മെച്ചുറേഷൻ, ഫൈനൽ മെച്ചുറേഷൻ, മോട്ടിലിറ്റി എല്ലാം കൈവരുന്നത് എവിടെയാണ്? എപ്പിഡിമിസിലാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലെ? സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എവിടെ തൊട്ട്? ടെസ്റ്റിസ് മുതൽ ഔട്ട്സൈഡ് അല്ലെ യുറീത്ര വഴി പുറത്തേക്ക് എത്തുന്ന വരെയുള്ള പരിപാടികൾ ചെയ്യുന്ന ഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സസറി ഡക്റ്റുകൾ എന്ന് വിളിക്കുക. കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി ആക്സസറി ഗ്ലാൻഡുകൾ, സഹായക ഗ്ലാൻഡുകൾ, സഹായക ഡക്റ്റുകൾ പഠിച്ചു. ഇനി സഹായക ഗ്ലാൻഡുകൾ പഠിക്കാൻ പോകുന്നു. ദ പെനിസ് ഈസ് ദ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. നമുക്കറിയാം ഇതാണ് പീനിസ് എന്ന് പറഞ്ഞാൽ മെയിലിന്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഇറക്ഷൻ ഓഫ് ദ പെനിസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. അപ്പോൾ പീനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? കൊയിറ്റസ് സമയത്ത് അല്ലെങ്കിൽ എന്താണ്, ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സെമനെ ഫീമെയിൽ ജെനിറ്റലിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിനുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ്? സ്പെഷ്യൽ ടിഷ്യൂസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇറക്ഷന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറക്റ്റ് ആയാൽ മാത്രമേ ഇൻസെമിനേഷൻ പോസിബിൾ ആവത്തുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പീനിസ്. പീനിസിന്റെ എൻലാർജ്ഡ് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അതായത് ഈ ഒരു ഭാഗമാണ്. ഇതിനെ ഗ്ലാൻസ് പീനിസ് എന്ന് പറയുക കേട്ടോ. എന്താണ്? ഗ്ലാൻസ് പീനിസ്. എന്താണ്? ഗ്ലാൻസ് പീനിസ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കൊണ്ട് അതിനെ ഫോർ സ്കിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഗ്ലാൻസ് പീനിസിനെ കവർ ചെയ്തുള്ള ഭാഗത്തെ ആ ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ നമ്മൾ ഫോർ സ്കിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ദ മെയിൽ ആക്സസറി ഗ്ലാൻഡ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ് വരുന്നത്? സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. എന്താണ്? പെയർഡ് ആണ്. സെമിനൽ വെസിക്കിൾ 2 ഉണ്ട്. പെയർഡ് സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് 1 സിംഗിൾ ആണ് കേട്ടോ. അതുപോലെ പെയർഡ് ബൾബോ യൂറിത്ര ഗ്ലാൻഡും ഉണ്ട്. നോക്കടേ സെമിനൽ വെസിക്കിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടോ. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് വരുന്ന വാസ്റ്റ് ഡിഫറൻസ് പറഞ്ഞു. ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് എവിടെയെന്ന് പറഞ്ഞു അല്ലേ? സെമിനൽ വെസിക്കിൾസ്. പിന്നെന്താണ്? പ്രോസ്റ്റേറ്റ് വഴിയാണെന്ന് കടന്നു പോകുമെന്ന് പറഞ്ഞു. ഇതാണ് സിംഗിൾ പ്രോസ്റ്റേറ്റ് അല്ലേ? ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി അതുപോലെ ബൾബോ യൂറിത്ര ഗ്ലാൻഡ്, ഒരു ബൾബ് പോലെ എവിടെ ഇരിക്കുന്നത് കണ്ടോ? പ്രോസ്റ്റേറ്റും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനിക്കുന്ന സാധനം ബൾബോ യൂറിത്ര ഗ്ലാൻഡ്. മറന്നു പോകേണ്ട എന്തൊക്കെയാണ്? പെയർഡ് സെമിനൽ വെസിക്കിൾ പെയർഡ് ആണ്. ബൾബോ യൂറിത്ര ഗ്ലാൻഡും പെയർഡ് ആണ്. പിന്നെന്താ? പ്രോസ്റ്റേറ്റും അല്ലേ? ഇനി സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമിനൽ പ്ലാസ്മ which is rich in ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. ഫ്രക്ടോസ്, കാൽഷ്യം, കുറച്ച് എൻസൈംസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ സ്പേമിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇനി നോക്കാം. ബൾബോ യൂറിത്ര ഗ്ലാൻഡിന്റെ സെക്രീഷന് ഒരു എക്സ്ട്രാ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? ലൂബ്രിക്കേഷൻ ഓഫ് ദി പെനിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ പ്രീകം എന്ന് പറയുന്ന ഒരു ലൂബ്രിക്കന്റ് ഉൽപ്പാദിപ്പിക്കൽ കൂടിയാണ് ഇത് ബൾബോ യൂറിത്ര ഗ്ലാൻഡിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും. അതാണ് ഏറ്റവും താഴെ ഇതിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. ബൾബോ യൂറിത്ര ഗ്ലാൻഡ് താഴെ കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്? ബൾബോ യൂറിത്ര ഗ്ലാൻഡ് സെക്രീഷന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും ലൂബ്രിക്കേഷൻ ഓഫ് ദി പെനിസ് ആണ്. മറന്നു പോകരുത്. അതുപോലെ എന്താണ്? സെമിനൽ വെസിക്കിൾസിന്റെയും അതുപോലെ നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെയും രണ്ടിന്റെയും എന്താ പറയാ, രണ്ടിൽ നിന്നും വരുന്ന സെക്രീഷൻസ് ആണ് നമ്മുടെ സെമിനൽ പ്ലാസ്മയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമിനൽ പ്ലാസ്മ വിച്ച് ഈസ് റിച്ച് ഇൻ. സെമിനൽ പ്ലാസ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സെമിനൽ പ്ലാസ്മ. സെമിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്പേമും സെമിനൽ പ്ലാസ്മയുടെ കൂടി ചേർന്നതാണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസും ബ്ലഡിന്റെ പ്ലാസ്മ,
ലിക്വിഡ് വെഹിക്കിളിനെ കൂടി ചേർന്ന്. അപ്പോൾ സെമിനിന്റെ ലിക്വിഡ് വെഹിക്കിൾ ആണെന്ന് വിളിക്കുക, സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കുക. അപ്പോൾ ആ സെമിനൽ പ്ലാസ്മ ഫ്രക്ടോസിനാലും കാൽഷ്യത്തിനാലും മറ്റ് എൻസൈംസിനാലൊക്കെ റിച്ച് ആണ്. അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽ സ്റ്റഡികൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളും നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏകദേശം വളരെ ഷോർട്ടായിട്ടല്ല, കൃത്യമായിട്ട് ടെക്സ്റ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, ഒന്നും പോലും വിട്ടുപോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഇവിടുന്ന് വേറെ നിങ്ങൾ തപ്പി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ 10, 100, 60, 70 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷയിലായിരിക്കും കിട്ടുക. എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള പ്രാക്ടീസാണ് നിങ്ങൾക്ക് സഹകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം. Statement 1. The seminiferous tubules are lined by two types of cells called spermatogonia and Sertoli cells. ഒന്നാമത്തെ പ്രസ്താവന വളരെ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ഒന്നാമത്തെ പ്രസ്താവന ശരിയായത് കൊണ്ട് നമുക്ക് എലിമിനേഷനിലൂടെ കടന്നു പോകാം. പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നമ്മൾ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും എലിമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. നീറ്റ് പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും PSC പരീക്ഷയ്ക്കാണെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി സർവേ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പലപ്പോഴും 10ഉം 15ഉം പേജുകൾ വരുന്ന അല്ലെങ്കിൽ 15 പേപ്പറൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ വായിച്ചു തരില്ല നമ്മൾ. അപ്പോൾ ഫുള്ള് വായിക്കാതെ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലുള്ള എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പരിപൂർണ്ണ ബോധ്യമാകുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവന പരിശോധിക്കാം. പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരിക്കലും വരില്ല, കാരണം ഒന്നാമത്തെ ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി ബി പറഞ്ഞിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. അത് വരാതിരിക്കാം, കാരണം സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി സി പറഞ്ഞിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വരില്ല, കാരണം എന്താണ്, 1 ശരിയാണ്. ഇനി ഡി പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാം സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൊണ്ടെങ്കിൽ കൂടി ഇവിടെ ഗുണം എന്താ, എയും സിയും ഒരിക്കലും വരില്ല എന്ന് പരിപൂർണ്ണ ബോധ്യമായി. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്ന സാധനം എടുക്കാം, അതൊക്കെ വഴിയെ പറഞ്ഞു തരും. അപ്പോൾ ബി ആണോ ഡി ആണോ എന്ന് മാത്രം സംശയം, അവിടെ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് എഴുതാൻ പറ്റും, രണ്ടാമത്തെ അറിഞ്ഞുകൊണ്ടെങ്കിൽ കൂടിയും. നോക്കാം. Statement 2. Sertoli cells provide nutrition to the germ cells while spermatogonia undergo meiotic division. Mitotic അല്ല, meiotic divisions leading to sperm formation. അതും ശരിയാണല്ലോ, ശരിയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്. ഇത് വരില്ല, ഉത്തരം ബി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. അസേർഷൻ. The testes are situated outside the abdominal cavity within a pouch called scrotum. അത് അസേർഷൻ ആണ്, അനുമാനമാണ്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണെന്ന് നോക്കാം. അപ്പോൾ ടെസ്റ്റിസ് പുറത്താണ് ഇരിക്കുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്താണ് ഇരിക്കുന്നത്, ഒരു പൗച്ച്, സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ചിലായിരിക്കുന്നു പറഞ്ഞു അല്ലെ. അത് ശരിയാണെന്ന് നമുക്കറിയാം. ഇവിടെ ശരി മാർക്ക് ചെയ്യേണ്ട, അസേർഷൻ ശരി മാർക്കേണ്ട ആവശ്യമില്ല. ഇത് അതിന്റെ കാരണമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. The scrotum helps in maintaining the low temperature of the testis. അല്ലെ, സ്ക്രോട്ടം ടെസ്റ്റിസിന്റെ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതെങ്ങനെ, 2 മുതൽ 2.5 ഡിഗ്രി സെന്റിഗ്രേഡ് ലോവർ ദാൻ ദ നോർമൽ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ്. എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പണി വാളിയാണ് അല്ലെ. ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ് നെസസറി ഫോർ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ എന്ത് ചെയ്യുന്നു, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആര്, ആ സ്ക്രോട്ടം. അപ്പോൾ പുറത്ത് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ കാരണമായില്ലേ, ആയി. അപ്പോൾ എന്താണ്, അസേർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. അതുപോലെ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഉത്തരം ഡി ആയിട്ട് വരും. ഓക്കെ, അടുത്ത് നോക്കാം. ദ സെമിനിഫറസ് ട്യൂബിൾസ് ആർ ലൈൻഡ് ബൈ 2 type of cells called male germ cells, spermatogonia and Sertoli cells. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, സ്പെർമാറ്റോഗോണിയ ഉണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട് സെമിനിഫറസ് ട്യൂബിൾസിന് ഉള്ളിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ശരിയല്ലേ, എ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. എ ഒന്നാമത്തെ ഓപ്ഷൻ എ ആൻഡ് ബി ആർ ട്രൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഒന്ന് ശരിയല്ലേ, പരിപൂർണ്ണ ബോധ്യമല്ലേ. ബി ആൻഡ് സി ആർ ട്രൂ ആകാതിരിക്കാം, പക്ഷേ നമുക്ക് അതൊരിക്കലും വരില്ല. എന്താ കാര്യം, എ ശരിയാണെന്ന് നമുക്ക് പരിപൂർണ്ണ ബോധ്യം ഉണ്ടല്ലോ. എ എന്തായാലും ശരിയാണല്ലോ. അപ്പോൾ ബിയും സിയും മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് വരില്ലല്ലോ, അത് വെട്ടിക്കളയാം. ഇനി ഗുണമില്ല, കാരണം 3-ൽ 4-ലും എ ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബി നോക്കാം. സെർട്ടോളി സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ലീഡിംഗ് ടു സ്പേം ഫോർമേഷൻ. തെറ്റ്. സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്, അവിടെ എന്താ ചെയ്യുന്നേ പറ. സെർട്ടോളി സെൽസ് എന്ത് ചെയ്യുന്നു, അവിടെ ന്യൂട്രീഷൻ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നോക്ക്, ബി ശരിയല്ല, ബി തെറ്റാണടേ.
ബി തെറ്റായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ പ്രസ്താവന വെട്ടിക്കളയാം. കാരണം ബി ട്രൂ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ട് ബി തെറ്റല്ലേ. പിന്നെന്ത് വെട്ടിക്കളയാം, നാലാമത്തെ പ്രസ്താവനയും വെട്ടിക്കളയാം അല്ലേ. അങ്ങനെ വെട്ടിക്കളയുമ്പോഴത്തേക്കും, കാരണം 4 പറഞ്ഞിരിക്കുന്നു എയും ബിയും ഡിയും ശരിയാണെന്നാ. അപ്പോൾ ശരി ഉത്തരം കിട്ടി. എന്ത്, സിയും ഡിയും വായിച്ചു നോക്കാതെ ശരി ഉത്തരം കിട്ടി. സഹകാരിയുടെ കുട്ടികൾക്ക് കിട്ടുന്നു എക്സ്ട്രാ 15 മുതൽ 20 സെക്കൻഡ് വരെ. മനസ്സിലായി പറഞ്ഞത്? ആൻസർ 3 ആണ്. എങ്ങനെ പറഞ്ഞു? എലിമിനേഷൻ വഴി പറഞ്ഞു അല്ലേ. നമ്മൾ സിയും ഡിയും വായിച്ചു പോലും നോക്കിയില്ല. ഇനി Statement 1. The scrotum helps in maintaining the temperature of the testis at least at 2 to 2.5 degrees centigrade lower than the normal internal body temperature. ശരിയാണ് അല്ലേ. അത് വളരെ ശരിയാണ്. ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ അല്ലേ. ഓക്കെ, ശരിയാണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് 2. The lower temperature in scrotum is necessary for spermatogenesis. അത് ശരിയാണ് അല്ലേ. അപ്പോൾ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് അല്ല. എന്നാ വരുന്നത് 2 ശരിയായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്ന് എടുക്കാം അല്ലേ. അതുപോലെ given below are 2 statements. ഒന്ന് assertion, 2 reason അല്ലേ. assertion നോക്കാം. Leydig cells are present in the interstitial spaces outside the seminal tubule. ശരിയാണ്. Leydig cells ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റീസൺ, Leydig cells synthesize secrete testicular hormones called androgens. അത് ശരിയാണല്ലോ. പക്ഷെ അതിന്റെ കാരണമാണോ, assertionന്റെ കാരണമാണോ? അല്ല. അത് എവിടെ ഇരിക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലേ. അത് എന്താണ് ചെയ്യണമെന്ന് പറയണം. അവിടെ ഇത് ചെയ്യുന്നത് ഇതാണെന്നുള്ളത് അവിടെ ഇരിക്കുന്നതിന് കാരണമല്ലല്ലോ. Leydig cells synthesize and secrete testicular hormones called androgens. അപ്പോൾ രണ്ടും ശരിയാണ്. പക്ഷെ എന്താണ് അതിന്റെ കാരണമായിട്ട് പറയാൻ പറ്റത്തില്ല. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് എ. ഓക്കെ അല്ലേ. അതുപോലെ the male sex accessory ducts include retractor testis, vasa efferentia, epididymis and vas deferens. ശരിയാണോ? ആക്സസറി ഡക്സ് ആണ് 4 ഉള്ളൂ അല്ലേ. അപ്പോൾ എ ശരിയെന്ന് പറയുന്നതിന് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എ ശരിയെന്ന് പറയാത്തതിന് നമുക്ക് എന്ത് കളയാം, എടുത്ത് കളയാം. ഇനി the vasa efferentia leaves the testis and open into epididymis located along the anterior surface of each testis. അയ്യോ പഠിച്ചു അല്ലേ. പോസ്റ്റീരിയർ ആണെന്ന് പഠിച്ചു അല്ലേ. ആന്റീരിയർ തെറ്റാണ്. അപ്പോൾ എന്താ, ഇത് തെറ്റാണ്. പരിപൂർണ ബോധ്യമായി. അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നു, ബി തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വെട്ടിക്കളയാം. ഇതിനെ വെട്ടിക്കളയാം. കാര്യം എന്താ, ഒന്ന് പറഞ്ഞിരിക്കുന്നു എയും ബിയും സിയും ശരിയാണ്, ബി തെറ്റല്ലേ. അതുപോലെ 4 പറഞ്ഞിരിക്കുന്നു എയും ബിയും ഡിയും ശരിയാണ്, ബി തെറ്റല്ലേ. വെട്ടിക്കളയാം. ഉത്തരം കിട്ടി. സിയും ഡിയും വായിച്ചിട്ടില്ല. സഹകാരി കുട്ടി കിട്ടുന്നു 20 മുതൽ 30 സെക്കൻഡ് എക്സ്ട്രാ. ആൻസർ 2. ഇനി given below are the 2 statements. ഒന്ന്, the vasa efferentia leave the testis and open into epididymis located along the anterior surface of the. സെയിം പിന്നെയും തെറ്റിച്ചു വെച്ചേക്കുന്നല്ലേ. ഉത്തരം കിട്ടി. സ്റ്റേറ്റ്മെന്റ് 1 is incorrect and സ്റ്റേറ്റ്മെന്റ് 2 is correct. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2, the epididymis leads to vas deferens that ascends to the abdomen and loops over the urinary bladder. ഓക്കെ, അത് നോക്കാം. The vas deferens receives a duct from seminal vesicle and opens into urethra as the ejaculatory duct. നമുക്ക് മനസ്സിലായതാണ്. വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിൾസ് ഒരു ഡക്റ്റിന് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്തായിട്ട്, ഇജാക്കുലേറ്റ് ഡക്റ്റ് ആയിട്ട് കൃത്യമായി അറിയാം നമുക്ക്. അപ്പോൾ റീസൺ നോക്കാം. എന്താണ്, ദ യുറീത്ര ഒറിജിനേറ്റ്സ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് എക്സ്റ്റെൻഡ്സ് ത്രൂ ദ പെനിസ് ഇൻടു ഇറ്റ്സ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് കാൾഡ് യൂറിത്രൽ മീറ്റേഴ്സ്. രണ്ടും ശരിയാണ്. പക്ഷേ ഇത് അതിന്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് എ എന്ന് പറയാം അല്ലേ. അതുപോലെ കൺസിഡർ ദ ഫോളോയിങ്. ദ മെയിൽ ആക്സറി ഗ്ലാൻഡ്സ് ഇൻക്ലൂഡ് പെയ്ഡ് സെമിനൽ വെസിക്കിൾസ്, എ പ്രോസ്റ്റേറ്റ് ആൻഡ് പെയ്ഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. എന്തൊക്കെ ആക്സറി ഗ്ലാൻഡ് എന്തൊക്കെയുണ്ട്? പെയ്ഡ് സെമിനൽ വെസിക്കിൾസ് പെയ്ഡ് ആണ്, പ്രോസ്റ്റേറ്റും ഉണ്ട്, പിന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും പെയ്ഡ് ആണ്. അപ്പോൾ ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ എ ശരിയായതുകൊണ്ട് നമുക്ക് ഇതിനെ വെട്ടിക്കളയാം. ഇനി സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമിനൽ പ്ലാസ്മ വിച്ച് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. ശരിയല്ലേ? ശരിയായതുകൊണ്ട് തന്നെ ഇതും വെട്ടാം. ദ സെക്രീഷൻസ് ഓഫ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ് ഹെൽപ്പ് ഇൻ ദ ലൂബ്രിക്കേഷൻ ഓഫ് ദ പെനിസ്. അതും ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെട്ടാം. ഉത്തരം 1 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇത് ഇത്രയും വെട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഡി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്നു 10 സെക്കൻഡ് എക്സ്ട്രാ. അതുപോലെ ദ പെനിസ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഇറക്ഷൻ ഓഫ് ദ പെനിസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ശരിയല്ലേ? ശരിയാണ്. അതുപോലെ ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് കാൾഡ് ദ ഗ്ലാൻസ് പെനിസ് ഈസ് കവർഡ് ബൈ ലൂസ് ഫോൾഡ് സ്കിൻ കാൾഡ് ഫോർ സ്കിൻ. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അതാണ് രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഇനി each testis is oval in shape with a length about 4 to 5 cm and width about 2 to 3 cm. ഒരു സംശയം വന്നു വെച്ചാൽ നമുക്ക് അവിടെ പിടുത്തമില്ല, ഓർമ്മയില്ല, നമ്മൾ വിടുന്നു.
Each cell is covered by a loose covering has about 100 compartments called testicular lobules. 100 അല്ല 200 മുകളിലുണ്ടെന്ന് എന്തായാലും നമുക്ക് ഉറപ്പുണ്ട് അല്ലേ? ആ തെറ്റാണെന്ന് പരിപൂർണ്ണ ബോധ്യം വന്നു. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വെട്ടിക്കളയാടെ, 4 വെട്ടിക്കളയാം. ഓക്കെ. അതുപോലെ the regions outside the seminiferous tubules called interstitial spaces contain small blood vessels and interstitial cells or Leydig cells. അത് ശരിയല്ലേ? ശരിയാണ്. അത് ശരിയായത് കൊണ്ട് തന്നെ ഇതൊരിക്കലും വരില്ല. ഉത്തരം 2 ആയിരിക്കും. ഓക്കെ. അതുപോലെ the penis is the male external genitalia made up of special tissue that helps in erection to facilitate insemination. ശരിയാണ്, അത് ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ശരിയാണെന്ന് ഈ രണ്ടാമത്തെ ഓപ്ഷൻ പറയാത്തത് കൊണ്ട് അതിനെ വെട്ടിക്കളയാം. അത് ശരിയല്ലേ? ഓക്കെ. The glans penis is covered by dense folded skin called foreskin. തെറ്റാണ്. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്യുന്ന ഒരു ലൂസ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, ഫോൾഡ് ഓഫ് സ്കിൻ. അതിനാണ് ഫോർസ്കിൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ? ഇതും വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. കാര്യം ഇതാണ്, ഇതിൽ രണ്ടിലും ബി ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ബി തെറ്റാണ്. അപ്പോൾ ഉത്തരം കിട്ടി, ഉത്തരം 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് തരും. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ക്ലാസ് ആകുമ്പോഴത്തേക്ക് ആ ഒരു സിസ്റ്റം തീരെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ 5-6 സിസ്റ്റം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മാർക്ക് കൃത്യമായിട്ട് ഉറപ്പാവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊമെൻറ്റം നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. എല്ലാ കൂട്ടുകാരും കറക്റ്റായിട്ട് പരീക്ഷ എഴുതി വീക്കിലി എക്സാമിനേഷനിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് വരിക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.